إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അന്നൂർ 10-11 വചനങ്ങൾ 10-ാമത്തെ വചനം മുൻ ആയത്തുകളുടെ തന്നെ തുടർച്ചയാകുന്നു. നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യം അതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹവും നിങ്ങളുടെ മേലില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വലിയ അപകടം സംഭവിക്കുമായിരുന്നു എന്നൊക്കെയാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. ശേഷം അള്ളാഹു പറയുന്നു അള്ളാഹു അങ്ങേയറ്റം തൗബ സ്വീകരിക്കുന്നവനും അഗാധജ്ഞാനിയുമാകുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ശേഷമുള്ള 11-ാമത്തെ ആയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട വ്യഭിചാരോപണം ആ മുനാഫികളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു സുലൂൽ പടച്ചുവിട്ടതിനെ പറ്റിയാണ്. നോക്കൂ നിങ്ങൾ, ഇന്നല്ലദീന നിശ്ചയമായും ഒരു കൂട്ടർ ജാഉ അവർ വന്നു ബിൽ ഇഫ്കി കള്ളവാർത്തയും കൊണ്ടുവന്നു ഉസ്ബത്തും മിൻകും നിങ്ങളിൽ നിന്നുള്ള ഒരു സംഘമാണ്, നിങ്ങളിൽ നിന്നുള്ള ഒരു സംഘം തന്നെയാണ് ആ കള്ളവാർത്തയും കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ അതിന് നേതൃത്വം കൊടുത്തത് മുനാഫികൾ നേതാവായ ഉബയ്യ് ഇബ്നു സുലൂലാണെങ്കിൽ അതിനെ ഏറ്റുപിടിച്ചത് ഹംന റളിയല്ലാഹു അൻഹ അതുപോലെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പോലെയുള്ള വലിയ പ്രമുഖരായിരുന്നു എന്നുള്ളൊരു സത്യമാണ്. അവരൊക്കെ തെറ്റിദ്ധാരണ പുറത്താണ്. പിന്നീട് അവർ തൗബ ചെയ്ത് മടങ്ങിയും അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ലാ തഹ്സബൂഹു ശർറൻ ലക്കും ലാ തഹ്സബൂ ആ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ആ വ്യഭിചാരോപണം ലാ തഹ്സബൂഹു നിങ്ങൾ വിചാരിക്കേണ്ടതില്ല ശർറൻ ലക്കും നിങ്ങൾക്കതൊരു തിന്മയാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. ബൽ പക്ഷേ ഹുവ ഖൈറുൻ ലക്കും അത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് എന്നാണ്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് പല നിയമങ്ങൾ അവതരിച്ചു. പലതരം ഗുണങ്ങൾ മോമിനീങ്ങൾക്കുണ്ടായി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് വലിയ രൂപത്തിൽ വിശദീകരിക്കപ്പെടേണ്ടതാകുന്നു. ലിക്കുല്ലിംറിഹിൻ ഓരോ മനുഷ്യനുമുണ്ട് മിൻഹും അവരിൽ നിന്നും മക്തസബ അവർ സമ്പാദിച്ചത് മിനൽ ഇസ്മി തെറ്റിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും അവർ സമ്പാദിച്ചത് ഓരോരുത്തർക്കും ഉണ്ടെന്നാണ് അത് പറയുന്നത്. വല്ലദീ ഒരുവൻ തവല്ല കിബ്റഹു അതിന് നേതൃത്വം ഏറ്റെടുത്ത ഒരുവനുണ്ട്. അവൻ ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു സുലൂലിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും നിങ്ങൾ അവരിൽ നിന്നും അതിന് നേതൃത്വം കൊടുത്ത ഒരുവൻ ലഹു അവനെ കൊണ്ട് അദാബുൻ അദീം വമ്പിച്ചതായ ശിക്ഷയുണ്ട്. നോക്കൂ നിങ്ങൾ, അവൻ മുനാഫിക്കായി അവിശ്വാസിയായി തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത്. അവന് നരകശിക്ഷ നിർബന്ധമാകുകയും ചെയ്തു. അതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.